ഒരു മണിക്ക് ഞാൻ എണീച്ച് നോക്കുമ്പോണ്ട് ഇവള്. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്താന്ന് വെച്ചാൽ, അപ്പൊ നാളെ മുതൽ ബബ്ലൂസിന് സ്കൂൾ തുറക്കുകയാണ്. അതുകൊണ്ട് വളരെ നേരത്തെയാണ് നമ്മൾ സ്കൂളിന്റെ പർച്ചേസിന് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ അസുഖങ്ങളായിരുന്നു, അതുകൊണ്ട് വീഡിയോസും കുറവായിരുന്നു. എല്ലാരും ടയേർഡാണ്. കണ്ടീഷന്റെ ഒരു ഒഴുക്കിന്റെ അവസ്ഥയായിരുന്നു. ഇപ്പൊ മാറിയിട്ടില്ല എല്ലാവർക്കും. അപ്പൊ ആ ക്ഷീണത്തിലാണ്. അപ്പൊ എന്നാലും ഈ ഒരു വ്ളോഗ് എടുക്കുക, നമുക്ക് പിന്നെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ്. ബബൂഷിന്റെ സ്കൂളിലെ സാധനങ്ങൾ വാങ്ങുക. ഷെയർ ചെയ്യാലോ അല്ലേ ബബൂച്ച? അപ്പം സ്കൂളിലേക്ക് വേണ്ടി ബാഗ് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണം. അത് മാത്രം മൂപ്പർ കുറച്ച് സമയത്ത് കേൾക്കുന്നില്ല. അതിന്റെ ആക്കുന്നില്ല, 2 മാസമായിട്ട് ലീവാണല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ വീട്ടിൽ തന്നെ ആയിപ്പോയി അല്ലേ. വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ മഴയൊക്കെ ആയിട്ട് അതും കുറെ മിസ്സായി. ഇപ്പൊ നാളെ പോയാൽ അറിയാം എന്താ അവസ്ഥ എന്നൊക്കെ. നാളെ സ്കൂളിൽ കൊണ്ടാക്കുന്നവരെ എന്തായാലും ഈ വ്ളോഗ് ഉണ്ട്, നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ആദ്യം ബാഗ് വാങ്ങാനുള്ള സ്ഥലത്തേക്ക് പോവാം. നമ്മളിതാ ഇവിടെ എത്തിയപ്പോഴേക്കും ബബൂഷ് നല്ല ഉറക്കമായിട്ടോ. ഇവിടെയാണ് ഭയങ്കര തിരക്കുമാണ്, നാളെ സ്കൂൾ അതിനെക്കൊണ്ട്. ഇതാ ഭാവി ഇതാ ബാഗൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ബബ്ലുവിന്. ചെറുപ്പത്തിൽ അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ വന്ന് ബാഗ് വന്നത് ഈ സമയത്തൊക്കെ ഓർമ്മ വന്നത്. വാവ നല്ലോണം ശ്രദ്ധിച്ച് ബാഗൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്ന് സംസാരിച്ചു, ഭയങ്കര സന്തോഷമായി. പെൻസിൽ ബോക്സ് പിന്നെ ഒരു സ്നാക്ക് ബോക്സ് ബബ്ലൂസിന് ഇഷ്ടപ്പെട്ടൊരു പൗച്ച് വാങ്ങി, ഡൈനോസറിൻ്റെ. അവന് ഡൈനോസർ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളൊക്കെ നോക്കി ഒന്ന് മാത്രമേ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളായിരുന്നു. കുറേ നോക്കി, നമുക്ക് പറ്റിയൊരു സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നോക്കി ജസ്റ്റ് ബബ്ലൂസിൻ്റെ കയ്യിലുള്ള ആ ഒരു ബോക്സിൽ, പിങ്ക് ബോക്സ്, അത് അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പം അവൻ്റെ ഇഷ്ടപ്രകാരം അത് മാത്രം നമ്മൾ വാങ്ങി. എല്ലാം വാങ്ങിയല്ല ബബൂഷിക്ക് അല്ലേ? ബാഗ് വാങ്ങി, ഡ്രസ്. നാളെ ഫസ്റ്റ് ഡേ അല്ല, അതുകൊണ്ട് പുതിയ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അതെടുക്കാൻ പോയപ്പോൾ ബബ്ലൂസ് അതിൻ്റെ അടുത്തുള്ള ടോയ്സൊക്കെ എടുത്ത് അത് വെച്ച് കളിയായിരുന്നു. ഒന്നെടുക്കുക കളിക്കുക. അതുപോലെ വാവയാണ് കേട്ടോ ബബ്ലൂസിൻ്റെ ഡ്രസ്സ് എപ്പോഴും സെലക്ട് ചെയ്യുക. കാരണം അവൾ ഡ്രസ്സിൻ്റെ കളറിലൊക്കെ അവൾക്ക് നല്ല സെലക്ഷനൊക്കെ നല്ലോണം അറിയുന്നതിനെ കൊണ്ട് എപ്പോഴും അവൾ തന്നെയാണ് ഡ്രസ്സ് എടുക്കുക. എൻ്റേതും അധികം അവൾ തന്നെ എടുക്കൽ. ബബൂസ് സ്റ്റൈല് കാണിക്ക്, ബബൂസ് സ്റ്റൈല് കാണിക്ക്. ഡ്രസ്സ് വാങ്ങി നാളെ ഇടാൻ വേണ്ടി. ഈ ഒരു ഷർട്ട്, ഈ ഒരു ജീൻസ്, പിന്നെ അതിനെന്താ ടീഷർട്ടല്ലേ. നമ്മളിപ്പം സ്ഥിരമായിട്ട് ഇവിടെയാണ് വരുന്നത് ബബ്ലൂസിനെ വാങ്ങാൻ. കൊയിലാണ്ട് തന്നെയാണ്. ബബ്ലൂഷ എന്താണ്, സന്തോഷമായോ? ഗായ്സ്, തിരിച്ച് വന്ന് ഞാൻ കിടന്നുറങ്ങി. ഒരു മണിക്ക് ഞാൻ എണീച്ച് നോക്കുമ്പോണ്ട് ഇവള് ബബ്ലു ഉറങ്ങിയിട്ടില്ല. ബബ്ലു കാർന്ന് ഉറങ്ങിയിരുന്നു. അവ തീരെ ഉറങ്ങാണ്ട് ഇവിടുന്ന് ബബ്ലുവിൻ്റെ എന്താ പറയുക, നോട്ട് ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് തീരെ വയ്യ. എന്നിട്ടും ഇവിടുന്ന് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും വയ്യായിരുന്നു, അവൾക്കും വയ്യ. നമ്മള് പണ്ട് പൊതിയുന്ന പോലല്ലേ. പണ്ട് എനിക്ക് അമ്മയായിരുന്നു പൊതിഞ്ഞല്ലേ, അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ കുറച്ച് വലുതായപ്പോ കുറച്ച് ബുക്സൊക്കെ ഞാൻ പൊതിയും, കുറച്ച് അമ്മ പൊതിയും, അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് മറന്നുപോയി എങ്ങനെ ബുക്ക് പൊതിയാന്നുള്ള, കുറെ കാലമായതിനു ശേഷം. അപ്പൊ ഞാൻ അമ്മേനോട് ചോദിച്ചപ്പോ അമ്മ അപ്പൊ തന്നെ രാത്രിയിൽ എനിക്ക് വേഗം ഒരു ബുക്ക് എടുത്ത് പൊതി വാങ്ങി പൊതിഞ്ഞ് ഇങ്ങനെ ആക്കി വീഡിയോ എടുത്ത് എനിക്ക് അയച്ചത് ഇങ്ങനെ പൊതിയാന്ന്. പക്ഷെ നമ്മളെ ഒരു വ്യത്യാസമുണ്ട്. എന്താ? നെയിം സ്ലിപ്പ്. നെയിം സ്ലിപ്പ്
കഴിഞ്ഞ ദിവസം ബാബ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇതിനെപ്പറ്റി. ചടാ എന്ന് പറഞ്ഞിട്ടുള്ള പേജില് ഞാൻ അപ്പൊ അങ്ങനെ ബബ്ലൂസിന്റെ ചെയ്തതാണ് നെയിംസ്. നല്ല രസമില്ല വിത്ത് ഫോട്ടോ. നല്ല രസമുണ്ട്. പഴയ കുറേ ഓർമ്മകൾ. എന്തായാലും നാളെ രാവിലെ ആട്ടെ ബബ്ലുടെ ചെറുങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട്. അവൻ നിർത്തി ഭക്ഷണം കഴിച്ച് കിടക്കും. കുറേ നേരമായി. ഇതൊന്ന് 2-2.5 മണിക്കൂറായി തോന്നുന്നു. രാവിലെ അതാ എണീച്ച് ബബ്ലൂഷ് ഉറക്കം എണീച്ച് വാവി തീരെ വയ്യ. പക്ഷെ വാവ ബാഗും ബുക്കൊക്കെ റെഡിയാക്കി വെച്ച് ഷർട്ടൊക്കെ ഇസ്തിരി ഇട്ട് വെച്ചിട്ട് ഇതാ ബബ്ലൂസിനെ റെഡിയാക്കുകയാണ്. അല്ല ഈ കളർ ഇവന് ഭയങ്കര രസമാണ്. അതിൻ്റെ മുന്നേ വാവങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങിയിരുന്നു, ഒരു ടീഷർട്ട് ഓർമ്മ ഉണ്ടോ, വെള്ള കോളറുള്ള. അത് നല്ല രസമാണ്. കുട്ടിയാ ക്ലാസ്സിൽ പോകുന്ന കുട്ടി, പുതിയ സ്കൂളല്ലല്ലോ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനെ അറിയാം, ആൻറ്റിമാരെ അറിയാം, എല്ലാവരെയും അറിയാമല്ലോ ബബ്ബൂസിനെ അല്ലേ? അതാ പറഞ്ഞത്. ഓക്കെ, തമ്പായിനെ പ്രാർത്ഥിച്ചിട്ട് പോ. ബബൂഷിനെ ആരാപ്പോ സുന്ദരനാക്കിയത്? അമ്മ. അമ്മേനെ അവ എടുത്തോ? കെട്ടിപ്പിച്ച അവ എടുത്ത്. നമ്മൾ ടാറ്റയൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് നേരെ പോയി. ബബ്ലൂസ് ആദ്യം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. 3ാമത് ബബ്ലൂസായിരുന്നു എത്തിയത്. അവരെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ കളിക്കാനുള്ള. അതൊക്കെ കണ്ടപ്പോൾ ബബ്ലൂസ് ഫുൾ ഹാപ്പി ആയിട്ട് കളിക്കേണ്ട കാര്യത്തിലൊക്കെ ആയി. അപ്പം ബബ്ലൂസിനെ സ്കൂളിലാക്കി ഒന്ന് താഴോട്ട് ഇറങ്ങിയതാണ്. ഇപ്പം സമയം 11:20 12 മണി വരെ ഇന്ന് ക്ലാസ്സുള്ളൂ. കാരണം ആദ്യത്തെ ദിവസമാണല്ലോ. നല്ലോണം അവിടെ കളിക്കുന്നുണ്ട്. ഇന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സ്കൂളിൽ. അവനെ സ്കൂളിൽ വിട്ടപ്പം നമുക്ക് ഒരു അച്ഛനായാലും അമ്മയായാലും നമുക്ക് നമ്മളെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ചെറുപ്പകാലവും കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷം. ഈ ഒരു വീഡിയോ കുറച്ച് കാലം കഴിഞ്ഞ് കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവന് കുഞ്ഞു കളികളും വന്ന് കൊണ്ടുപോയതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അതുപോലെ തന്നെ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളെ ചെറുപ്പത്തിലും എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ കൊണ്ടാക്കുന്നത്, മാവേൻ്റെ ആയാലും മാവേൻ്റെ അമ്മ ഇങ്ങനെ കൊണ്ടാക്കുന്നത്. അന്നൊക്കെ നമുക്ക് ആദ്യമൊക്കെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ എത്ര നല്ല സമയമായിരുന്നു. സ്കൂളും കാര്യങ്ങളും അതൊക്കെ പിന്നെ നമുക്ക് കിട്ടില്ല. ആ ഒരു സമയത്ത് എല്ലാവരും ആസ്വദിക്കുക. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗായിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ബൈ.